കോൺഗ്രസിന് പ്രതീക്ഷയുടെ ചുവടുവെപ്പായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ്. പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കോൺഗ്രസിന് സാധിച്ചു. എന്നാൽ ലോക്സഭാ ഉപരിസഭയായ രാജ്യസഭയിൽ ചില പ്രധാന വിഷയങ്ങൾ ചർച്ചയാവുകയാണ്. തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് രാജ്യസഭയിലെ 2 നേതാക്കൾ അംഗത്വം രാജിവെച്ചിരുന്നു. ഒന്ന് KC വേണുഗോപാൽ, രാജസ്ഥാനിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട രാജ്യസഭാ MP. രണ്ടാമത്തെയാൾ ദിവേന്ദ്ര സിംഗ് ഹുഡെ, ഹരിയാനയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട രാജ്യസഭാ MP. രാജ്യസഭയെ സംബന്ധിച്ചിടത്തോളം ഈ 2 പേരുടെ ഒഴിവുകൾ കോൺഗ്രസിന് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. കാരണം ഇതേ വ്യക്തിയുടെ ഒഴിവിലേക്ക് മറ്റൊരു കോൺഗ്രസ് നേതാവിനെ മത്സരിപ്പിച്ച് വിജയിപ്പിക്കാനുള്ള സാധ്യത ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസിന് പ്രയാസകരമാണ്. അതുകൊണ്ട് തന്നെ പാർട്ടിക്ക് 2 സീറ്റ് നഷ്ടമാകാനുള്ള സാധ്യത ഏറെയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ രാജ്യസഭയിൽ കോൺഗ്രസിന്റെ അംഗബലം 28 ആയിരുന്നു. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അത് 26ലേക്ക് ചുരുങ്ങി. അതേസമയം BJPയെ സംബന്ധിച്ച് അംഗബലം എന്നത് 90 ആണ്. കോൺഗ്രസിനേക്കാൾ ശക്തി BJPക്ക് ഉണ്ട് എന്ന് കാണാൻ സാധിക്കും. രാജ്യസഭയിൽ BJP കഴിഞ്ഞാൽ വലിയ കക്ഷി അത് കോൺഗ്രസ് തന്നെയാണ്. എന്നാൽ ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ അംഗബലം അനുസരിച്ച് പ്രതിപക്ഷ സ്ഥാനം പോലും നഷ്ടമാകാനുള്ള സാധ്യതയാണ് തെളിഞ്ഞു വരുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 400 സീറ്റുകൾ പ്രവചിച്ചിരുന്ന NDA 370ലേക്ക് ഒതുങ്ങിയതും അതേസമയം തന്നെ BJPക്ക് 300 കടക്കാൻ സാധിക്കാതിരുന്നതുമെല്ലാം തന്നെ കോൺഗ്രസിന് വലിയ നേട്ടമായാണ് വിലയിരുത്തപ്പെട്ടത്. എന്നാൽ അതേസമയം തന്നെ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷ വോട്ടുകൾ നേടാൻ കോൺഗ്രസിന് സാധിച്ചു എന്നതും ഇന്ത്യ മുന്നണിക്ക് വലിയ തരംഗം രാജ്യത്തെ എമ്പാടും ഉണ്ടാക്കാൻ സാധിച്ചു എന്നതും വലിയ നേട്ടമായി തന്നെയാണ് വിലയിരുത്തപ്പെട്ടത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പാർലമെന്റിൽ ഇനി പ്രതിപക്ഷത്തിന്റെ ശബ്ദം കൂടുതൽ ശക്തിയോടെ മുഴങ്ങിക്കേൾക്കുമെന്നുള്ള വിലയിരുത്തലുകളും വന്നിരുന്നു. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികവ് നേടിയ കോൺഗ്രസ് രാജ്യസഭയിലേക്ക് എത്തുമ്പോൾ തിരിച്ചടിയാണ് ഫലം. കോൺഗ്രസിന് തിരിച്ചടിയാകുന്ന 2 സീറ്റുകൾ BJP സ്വന്തമാക്കി കഴിഞ്ഞാൽ BJPയുടെ അംഗബലം 92 ആകും. ആ വളർച്ച BJP വലിയ ഒറ്റക്കക്ഷിയായി രാജ്യസഭയിലേക്ക് മാറുന്നതിലേക്ക് നയിക്കും. ഇതിനു പുറമെ രാജ്യസഭയിൽ മറ്റ് നിരവധി വെല്ലുവിളികൾ കൂടിയുണ്ട്. കണക്കുകളെ സംസ്ഥാനത്തെ നിയമസഭാ മണ്ഡലങ്ങൾക്കനുസരിച്ച് പരിശോധിച്ചാൽ ഹരിയാന സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് ഏറെ സ്വാധീനമുള്ള സംസ്ഥാനമാണ് എന്ന് കാണാം. ഹരിയാന നിയമസഭയിലെ കണക്കനുസരിച്ച് 46 MLAമാരുടെ മുൻഗണനാ വോട്ടുകൾ വേണം ഏതൊരു പാർട്ടിക്കും വിജയിക്കാൻ. BJPയെ സംബന്ധിച്ചിടത്തോളം 41 MLAമാർ മാത്രമാണ് ഹരിയാനയിലുള്ളത്. എന്നാൽ BJPയുടെ ആഭിമുഖ്യമുള്ള മറ്റ് 2 സ്വതന്ത്ര സീറ്റുകൾ കൂടി കണക്കിലെടുത്താൽ BJPയുടെ സീറ്റ് 41ൽ നിന്ന് 43ആയി മാറും. അതായത് മുൻഗണനാ വോട്ടുകൾക്ക് വേണ്ടതിൽ നിന്നും 3 എണ്ണത്തിന്റെ കുറവാണ് യഥാർത്ഥത്തിൽ BJPക്ക് അപ്പോഴവിടെ വരുന്നത്. എന്നിട്ടും ഹരിയാനയിൽ സ്ഥാനാർത്ഥിയെ ഇറക്കുന്നതിൽ കോൺഗ്രസ് ഭയപ്പെടുന്നുണ്ട്. അതിന്റെ പ്രധാന കാരണം JJPയിലെ 4 MLAമാരുടെ പിന്തുണ ഒരുപക്ഷെ BJPക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള അവകാശവാദമാണ്. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായും BJPക്ക് ലഭിക്കുന്ന മുൻഗണനാ വോട്ട് 47ആയി മാറും. അതായത് 43നോട് കൂടെ ബാക്കി 4 കൂടി ചേർന്ന് 47 ആയി മാറും. അതായത് മുൻഗണനാ സീറ്റിന് 1 വോട്ടിന് മുകളിൽ വരും. അടുത്തത് രാജസ്ഥാനിലെ രാഷ്ട്രീയ സാഹചര്യത്തെ വിലയിരുത്തിയാൽ സംസ്ഥാനം ഇപ്പോൾ ഭരിക്കുന്നത് BJP ആണ് എന്ന് കാണാം. 200 അംഗബലം. അതായത് മുൻഗണനാ വോട്ടുകൾ വരുന്നത് 101. കൃത്യമായി പറഞ്ഞാൽ വിജയിക്കണമെങ്കിൽ 101 MLAമാരുടെ വോട്ട് ആവശ്യമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 199 മണ്ഡലങ്ങളിൽ മത്സരിച്ച BJP 115 സീറ്റുകൾ നേടിയിരുന്നു. അങ്ങനെയെങ്കിൽ കേവല വോട്ടിനെ മറികടന്ന് BJPക്ക് ഒരുപാട് വോട്ടുകൾ കൂടുതൽ നേടാൻ സാധിക്കുമെന്ന് കാണാം. അവിടെയും കോൺഗ്രസിന് സാധ്യത മങ്ങുക തന്നെയാണ്. രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവ് പദവി ലഭിക്കാനും അത് നിലനിർത്താനും സഭയുടെ ആകെ അംഗബലത്തിന്റെ 10% ആവശ്യമാണ്. ഇപ്പോഴത്തെ കണക്കനുസരിച്ച് രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവ് പദവി നിലനിർത്തണമെങ്കിൽ 25 അംഗങ്ങൾ വേണം. ഇപ്പോൾ പ്രതിപക്ഷത്തിനുള്ളത് 26 അംഗങ്ങളാണ്. അതായത് 10%ത്തിൽ ഒരാളുടെ കൂടുതൽ. എന്നാൽ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ 2 പേർ പുറത്തു പോവുകയോ അതോ എത്തിച്ചേരാൻ സാധിക്കാതെ വരികയോ ചെയ്താൽ കോൺഗ്രസിന്റെ അംഗബലം 24ലേക്ക് ചുരുങ്ങും. അങ്ങനെയെങ്കിൽ കോൺഗ്രസിന് പ്രതിപക്ഷ സ്ഥാനവും മല്ലികാർജ്ജുന ഖാർഗെയ്ക്ക് പ്രതിപക്ഷ നേതാവ് എന്ന സ്ഥാനവും നഷ്ടമാകും. കോൺഗ്രസിനെ സംബന്ധിച്ച് ഇനി ആകെയുള്ള പ്രതീക്ഷ തെലങ്കാന മാത്രമാണ്. BRS നേതാവ് കേശവറാവു രാജിവെച്ച ഒഴിവിലേക്ക് കോൺഗ്രസ് മത്സരിച്ച് വിജയിക്കുകയാണെങ്കിൽ കോൺഗ്രസിന് അനുകൂല സാഹചര്യമാകും. അല്ലാത്തപക്ഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉന്നത വിജയം നേടി പാർലമെന്റിൽ ഉറച്ച ശബ്ദമായി നിൽക്കുന്ന കോൺഗ്രസ് രാജ്യസഭയിൽ തിരിച്ചടി തന്നെയായിരിക്കും ഫലം.